ബാലൻ ദ ബോയ്, അനന്തൻ കാട്, അതുപോലെ തന്നെ ചിന്ന ചിന്ന ആസൈ, നമ്മുടെ സൂപ്പർ ഗേള്, ഹോളിവുഡ് സിനിമ, പിന്നെ നമ്മുടെ കോൺ സിറ്റി, ഒബ്സഷൻ എന്നീ സിനിമകളുടെ ലേറ്റസ്റ്റ് ആയ ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് ആദ്യം കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് ചാനൽ. ബാലൻ ദ ബോയ് നമ്മുടെ ജിത്തു മാധവന്റെ തിരക്കഥയിൽ നമ്മുടെ ചിദംബരം സംവിധാനം ചെയ്ത് സുഷിൻ ശ്യാം മ്യൂസിക്കിൽ പുറത്തിറങ്ങിയ സിനിമയാണ്. ടൊവിനോ തോമസും കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച് നമ്മുടെ ബാലൻ എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷൻ സിനിമയ്ക്ക് കഴിഞ്ഞ ദിവസം ഓൾമോസ്റ്റ് 1,22,00,000 ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത് ഇന്നലെ വെള്ളിയാഴ്ചയായിട്ട്. സിനിമ അങ്ങനെ ടോട്ടൽ ഇതുവരെയായിട്ട് നമ്മുടെ ബാലൻ ദ ബോയ് എന്ന സിനിമ 8 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 11,14,00,000 ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത് ബാലൻ ദ ബോയ് എന്ന സിനിമയ്ക്ക്. അടുത്ത സിനിമ അനന്തൻ കാട് എന്ന സിനിമേന്റെയാണ്. നമ്മുടെ ആര്യ, മുരളി ഗോപി, ഇന്ദ്രൻസ് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് അനന്തൻ കാട് എന്ന് പറഞ്ഞ സിനിമ. ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. പല ഭാഷകളിൽ സിനിമ ഡബ് ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്. സിനിമയുടെ കളക്ഷൻ ഇന്നലെ വെള്ളിയാഴ്ചയായിട്ട് 34,00,000 ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. സിനിമ അങ്ങനെ തിയേറ്റർ റിലീസിന് വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 ദിവസം ആവുകയാണ് നമ്മുടെ അനന്തൻ കാട് എന്ന സിനിമ. സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ ടോട്ടൽ സിനിമയ്ക്ക് 2 ദിവസം കൊണ്ട് 70,00,000 ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അടുത്ത സിനിമയാണ് ഇന്ദ്രൻ സേട്ടൻ അഭിനയിച്ച ചിന്ന ചിന്ന ആസൈ എന്ന സിനിമ. സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ വെള്ളിയാഴ്ച സിനിമയ്ക്ക് 10,00,000 മുകളിലാണ്. 13,00,000 സിനിമയ്ക്ക് ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്ന ചിന്ന ചിന്ന ആസൈ എന്ന സിനിമയ്ക്ക്. മൊത്തം 8 ദിവസമായിരിക്കുകയാണ് സിനിമ കേരളത്തിലെ തിയേറ്റർ റിലീസിന് വന്നിട്ട്. ടോട്ടൽ 8 ദിവസം കൊണ്ട് ചിത്രത്തിന് 1,24,00,000 ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അടുത്ത സിനിമയാണ് നമ്മുടെ DC ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയ ഹോളിവുഡ് സിനിമയായ സൂപ്പർ ഗേൾ എന്ന് പറഞ്ഞ സിനിമ. ചിത്രത്തിന് ഇന്നലെ വെള്ളിയാഴ്ച 12,20,00,000 ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് സൂപ്പർ ഗേൾ എന്ന സിനിമയ്ക്ക്. ആദ്യ ദിവസം തന്നെ നല്ലൊരു ഓപ്പണിംഗ് തന്നെയാണ്, 12,00,000 മുകളിലായിട്ട്. അടുത്ത സിനിമയാണ് തമിഴ് സിനിമയായ അന്നാബെന്ന്, അർജുൻ എന്നിവർ അഭിനയിച്ച നമ്മുടെ കോൺ സിറ്റി എന്ന് പറഞ്ഞ സിനിമ. ചിത്രത്തിന്റെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമ തിയേറ്റർ റിലീസിൽ വന്നത് ഇന്നലെയാണ് വെള്ളിയാഴ്ച. ഓൾമോസ്റ്റ് 3,00,000 ഓപ്പണിംഗ് ബോക്സ് ഓഫീസ് കാണാൻ സാധിച്ചത്. മറ്റൊരു സിനിമ ഹോളിവുഡ് തന്നെയാണ്, ഒബ്സഷൻ. നമ്മുടെ ഒബ്സഷൻ സിനിമ തന്നെയാണ്. ഓൾമോസ്റ്റ് വെള്ളിയാഴ്ച 2,30,00,000 ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്ന ഒബ്സഷൻ സിനിമയ്ക്ക്. ഓൾമോസ്റ്റ് 30 ദിവസത്തിലോട്ട് പോവുകയാണ്. ഇപ്പം നിലവിലെ 29 ദിവസം കൊണ്ട് 4,94,00,000 ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത് ഒബ്സഷൻ എന്ന് പറഞ്ഞ ഹോളിവുഡ് സിനിമയ്ക്ക്. ചിത്രം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാത്രം 100 കോടിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് നിലവിൽ. എന്തായാലും സിനിമ 100 കോടി കംപ്ലീറ്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് അടുത്ത ദിവസം മുതൽ. എന്തായാലും ലോകം മൊത്തം സിനിമയ്ക്ക് 2,500 കോടിയുടെ മുകളിലേക്കാണ് വേൾഡ് ഒരു കളക്ഷൻ റിപ്പോർട്ട് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ട്. പക്ഷേ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് ചാനൽ. സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ പടങ്ങളുടെ അഭിപ്രായങ്ങൾ കൺബുക്ക് ചെയ്യപ്പെടുത്തുക.